നമസ്കാരം. ഒരു സ്നാക്കായിട്ടോ അതല്ലെങ്കിൽ ഒരു കറിയോടൊപ്പമോ വിളമ്പാൻ പറ്റുന്ന പൊരിച്ച പത്തിരിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. പത്തിരി ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യമായി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് അരഞ്ഞു പോകരുത്, ഇതൊന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് 5 ചെറിയുള്ളി, 2-3 വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക്. അത് ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. ചായക്കടയിൽ സ്നാക്കായിട്ട് കിട്ടുന്ന പത്തിരിയുടെ ഫ്ലേവറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പച്ചമുളക് ചേർക്കണ്ട. അതുപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ഇനി ഇതെല്ലാം ഇതുപോലെ ചതച്ചെടുക്കണം. അതിനുശേഷം ഒരു പാനിൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചൂടാക്കുക. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കുക. പിന്നീട് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതൊരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ ഇളക്കി വഴട്ടിയെടുക്കുക. ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കുക. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കുക. ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കുക. അരിപ്പൊടി ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പത്തിനുള്ള അരിപ്പൊടിയും പുട്ടിനുള്ള അരിപ്പൊടിയും 1/2 കപ്പ് വീതം എടുത്ത് മിക്സ് ചെയ്ത് ടോട്ടൽ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പത്തിരി കുറച്ചുകൂടി സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. വീട്ടിൽ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണെങ്കിൽ വറുത്തെടുത്തതായിരിക്കണം. ഇനി നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള പത്തിരിയാണ് വേണ്ടതെങ്കിൽ അരിപ്പൊടിയും റവയും മൈദയും ഒരേ അളവിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഇത് 3-4 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. പിന്നീട് കിച്ചൺ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയ ശേഷം നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന അരിപ്പൊടി അതിലേക്കിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ 2-3 മിനിറ്റ് നേരം നല്ലതുപോലെ കുഴച്ചെടുക്കണം. കുഴയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ജീരകം ചേർത്ത് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കുക. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കരിഞ്ജീരകം അതല്ലെങ്കിൽ കറുത്ത എള്ള് ഇതോടൊപ്പം ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. കുഴയ്ക്കാൻ പറ്റുന്ന പരമാവധി ചൂടിൽ തന്നെ വേണം ഇതിങ്ങനെ കുഴച്ചെടുക്കാൻ. ചൂട് കൂടുതൽ തോന്നുവാണെങ്കിൽ കൈ ഇടയ്ക്ക് തണുത്ത വെള്ളത്തിൽ മുക്കിയാൽ മതി. കിച്ചൺ കൗണ്ടർ ടോപ്പിൽ തന്നെ കുഴയ്ക്കണമെന്നില്ല, വലിയൊരു പാത്രത്തിലിട്ട് കുഴച്ചാലും മതി. ഓരോ സ്ഥലത്തും കിട്ടുന്ന ഓരോ ബ്രാൻഡ് അരിപ്പൊടി അനുസരിച്ചും വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വെള്ളം അല്പം കൂടി കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ കുഴയ്ക്കുന്ന സമയത്ത് അല്പം ചൂടുവെള്ളം ചേർത്ത് കുഴയ്ക്കാവുന്നതാണ്. ഞാനിതിവിടെ ഏകദേശം 3 മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഒരു ചപ്പാത്തി റോളർ ഉപയോഗിച്ചോ അത്യാവശ്യം കനത്തിൽ പരത്തിയെടുക്കുക. തീരെ കനം കുറയ്ക്കരുത്, ഇതുപോലെ അല്പം കട്ടിയുണ്ടാവണം. ഇനി ഇത് ഇതുപോലെ ഒരു ഗ്ലാസ്സോ കുക്കി കട്ടറോ അതല്ലെങ്കിൽ ഒരു അടപ്പോ ഉപയോഗിച്ച് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ 1.5 സെൻറ്റിമീറ്ററെങ്കിലും കട്ടിയുണ്ടാവണം. ബാലൻസ് വന്ന മാവ് വീണ്ടും പരത്തിയ ശേഷം റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു കടായിലോ പാനിലോ ഫ്രൈ ചെയ്തതിന് ആവശ്യമുള്ള എണ്ണ ചൂടാക്കുക. ഇതൊരു നാടൻ പലഹാരമായതുകൊണ്ട് വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും നല്ലത്. എണ്ണ നന്നായി ചൂടായോ എന്നറിയുന്നതിനായി പത്തിരിക്കായി കുഴച്ച മാവിൽ നിന്നും അല്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട മാവ് 3-4 സെക്കൻഡിനുള്ളിൽ തന്നെ മുകളിലേക്ക് പൊങ്ങി വന്നാൽ അതിനർത്ഥം എണ്ണ നന്നായി ചൂടായി എന്നാണ്. എണ്ണയ്ക്ക് ആവശ്യത്തിന് ചൂടില്ലെങ്കിൽ മാവ് അടിയിൽ തന്നെ കിടക്കും. ഇനി പത്തിരി ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. 3-4 പത്തിരി മാത്രം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാടെണ്ണം ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. പത്തിരി ഇതിലേക്കിട്ട ശേഷം തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ സെറ്റ് ചെയ്യുക. തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് വേവുകയും അകം വേവാതിരിക്കുകയും ചെയ്യും. നേരെ മറിച്ച് തീ ഒരുപാട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പത്തിരി കൂടുതൽ എണ്ണ അബ്സോർബ് ചെയ്യും. അല്പനേരം കഴിയുമ്പോൾ പത്തിരി ഇതുപോലെ എണ്ണയ്ക്ക് മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ ഇത് മറിച്ചിടുക. പിന്നീട് ചെറിയ രീതിയിൽ ഇതിൻ്റെ പുറം ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോഴേക്കും ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ടോട്ടൽ ഏകദേശം 6 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. എണ്ണയിൽ നിന്നും കോരി 2-3 മിനിറ്റ് നേരം കഴിയുമ്പോൾ തന്നെ ഇത് കുറച്ചുകൂടി ഡാർക്ക് കളറായി കിട്ടും. ഇത് നമ്മൾ അരിപ്പൊടി മാത്രം ചേർത്ത് ചെയ്തതായതുകൊണ്ട് തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാർഡായി പോകും. അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ കഴിക്കുക. ഇനി ഹോട്ടലിലേതുപോലെ കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കൂടുതൽ നേരം ഇരിക്കണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈദയും റവയും അരിപ്പൊടിയോടൊപ്പം ചേർക്കുക. ഓത്തൻറ്റിക് ആൻഡ് ട്രഡീഷണൽ രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിതിൽ അരിപ്പൊടി മാത്രം ചേർത്തത്. 1 കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് സാമാന്യം വലുപ്പത്തിലുള്ള 8 പത്തിരികൾ ഉണ്ടാക്കാൻ പറ്റും. പൊരിച്ച പത്തിരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.